ഹായ്. യെസ് ബോസ്. യെസ് ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്നതാണ്. യെസ്, അതെ, കൃത്യസമയത്തിന് അവിടെ എത്തിയിരിക്കും. ചുടുവെള്ളം കാലിലൊഴിച്ചതുപോലെ ബോസ് വരുന്നത്, എന്നിട്ട് എല്ലാവരും പേടിപ്പിക്കുകയും ചെയ്യും. ഇനി ഇന്ന് ഞാനെങ്ങാനും താമസിച്ചു പോയാ എന്റെ കഥ കഴിഞ്ഞത് തന്നെ. എന്താണിത്? തേച്ചിട്ട് പോയല്ലോ. ഇത് കണ്ടില്ലേ ശിവ, അവന്മാരെന്റെ കാറിനിട്ട് തേച്ചിട്ട് പോയത്. ഹലോ. സ്റ്റോപ്പ്. ഹലോ അങ്കിൾ, നിങ്ങൾ റെഡ് സിഗ്നൽ വകവെക്കാതെ വന്നു. സ്വാമി അങ്കിളുടെ കാറ് തട്ടിയിട്ട് പോയി. സോറി പറയുന്നതിന് പകരം ഓടുകയാണോ? ഇവിടെ ഉണ്ടോ? തന്നെ ഞാൻ ശിവ. പറയൂ, വേഗം സോറി പറയൂ. കുട്ടേ, എനിക്കിതിനൊന്നും സമയമില്ല. വെറുതെ എന്റെ മൈൻഡ് മാറ്റരുത്, മര്യാദക്ക് മാറിക്കോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓഹോ, ചാമുണ്ട, നീ എന്താ നോക്കി നിൽക്കുന്നേ? വന്ന് തല്ലി കൊല്ലടാ. സോറി എന്റെ സുഹൃത്തെ, തെറ്റ് പറ്റിപ്പോയി. എനിക്ക് സമയമില്ല. എന്റെ ബോസ് ഇപ്പൊ തന്നെ ഇങ്ങ് വരും. മനഃപൂർവ്വം ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഞാൻ പോട്ടെ. മര്യാദക്ക് പണം കൊടുത്തിട്ട് പൊക്കോ, അല്ലെങ്കിൽ ആരായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക. ശിവ ഈ വേദാനഗരത്തിൽ ഉള്ളിടത്തോളം കാലം ഓരോ ഗുണ്ടകൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെയൊക്കെ കുനിച്ചു നിർത്തി കുത്തിയാലേ പഠിക്കൂ. അല്ലേ ശിവ? താങ്ക് യു. കൊള്ളാം. ഞമ്മക്ക് പിടിച്ചതില് ഏറ്റവും നല്ല പോർട്ടാണിത്. ഇന്നു മുതൽ 15 ദിവസത്തേക്ക് ഞമ്മന്റെ ഷിപ്പിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് ഈ പോർട്ടിൽ നിന്ന് വേണം ചെയ്യാൻ, മനസ്സിലായോ? പിന്നെ ഇവിടത്തെ വഴിന്ന് വീര സിറ്റിയിലേക്ക് പോകാൻ എളുപ്പമാണ്. അല്ല സുലൈമാൻ ഭായ്, ഈ പോർട്ട് വേദാ സിറ്റിയുടെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഞമ്മക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞമ്മള് ചോദിക്കൂല, തട്ടിപ്പറിക്കും. അങ്ങനെ മനസ്സുള്ളവനാണ് ഈ കാണുന്ന സുലൈമാൻ. ഈ പോർട്ട് കൈക്കലാക്കി. പക്ഷേ ഇതെങ്ങനെ സാധിക്കുന്ന പറയുന്നത്? പോലീസിനെ എങ്ങനെയും നമുക്ക് മണ്ടന്മാരാക്കാം. ഏറ്റവും വലിയ അപകടം ശിവ എന്ന് പേരുള്ള ഓമനത്വമുള്ള ഒരു കുട്ടിയാണ്. അവനെ 10 ആനകളുടെ ബലമാണെന്റെ ബോസേ. അവന്റെ സൈക്കിൾ ആണെങ്കിലോ ഭയങ്കര അത്ഭുതവും. അതിങ്ങനെ മുകളിലൊക്കെ പറക്കും. എന്ത്? ഒരു കുട്ടീനെ ഇങ്ങളെല്ലാരും കൂടി പേടിക്കണോ? അവൻ കുട്ടിയാണെന്ന് കരുതണ്ട. 10 ആനയുടെ ശക്തിയാണ് അവന്. ആ ശിവൻ ഒരിക്കലും കുട്ടീന്ന് വിളിച്ചു പോകരുത്, നട്ടല്ലൂരി കളയും. ഇന്ന് അവന്റെ കയ്യിൽ നിന്ന് പൊതിര തല്ലും കിട്ടിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്ന. കൂടാതെ ഇദ്ദേഹത്തിന് കിട്ടി. അല്ലേലും കുട്ടികളെ വശത്താക്കാൻ ഈ സുലൈമാനെ വെട്ടിക്കാൻ വേറെ ആരും ഇല്ല. ഇവിടെ ഞമ്മക്ക് വഴക്കിടാനായിട്ട് യാതൊരുവിധ ആഗ്രഹവും ഇല്ല. ഞമ്മക്ക് ഞമ്മന്റെ ജോലിയാണ് മുഖ്യം, അതാണ് നോക്കേണ്ടതും.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബായ് അങ്ങോട്ട് മൂടിയിട്ട് ജോലി നോക്കണം. ആ ശിവ എന്ന കുട്ടിയെ 15 ദിവസത്തേക്ക് ഇവിടുന്ന് ഞമ്മക്ക് നാട് കടത്തിയേ പറ്റൂ. ഒരൊറ്റ തവണ സ്മഗിൾ ചെയ്ത സ്വർണങ്ങൾ മുഴുവനും എങ്ങനെയും വീന സിറ്റിയിൽ എത്തിക്കണം. അതിനു മുന്നേ ഞമ്മക്ക് ആ ശിവന്റെ കാര്യം ഒന്ന് നോക്കണം. ഞമ്മക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞമ്മളത് ചോദിക്കൂല, തട്ടിപ്പറിച്ചെടുക്കൂ. ആ മനസ്സുള്ളവനാണ് ഈ കാണുന്ന സുലൈമാന്. ഞമ്മന്റെ കളി ഒന്ന് കണ്ടു നോക്കി. ബോസ്, ആ ചുവന്ന ഷർട്ടിട്ട കുട്ടി ഇത് കൊള്ളാലോ. ഈ പൊടിച്ചക്കന്റെ അടുത്ത് നിന്നാണ് നിങ്ങളൊക്കെ തല്ലു വാങ്ങിയത്. നാണക്കേട്, നാണം കെട്ടന്മാര്. നാണക്കേടൊക്കെ എനിക്ക് തോന്നിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, തിരിച്ചടിക്കാൻ പറ്റിയിട്ട് വേണ്ടേ? സംശയം ഉണ്ടെങ്കിൽ ബോസ് ചെന്നൊന്ന് ട്രൈ ചെയ്. അവന്റെ അടി കിട്ടുമ്പോഴേ ഓടിയുന്നത് നട്ടല്ലായിരിക്കും. ഈ നമ്മുടെ പഴയ ആളായതുകൊണ്ട് അന്നെ നമ്മള് ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അനക്ക് വരെ വേറെ ആളാണെങ്കിൽ നമ്മള് വെറുതെ വിടൂല. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ ഇമ്മടെ ജോലി അങ്ങോട്ട് തുടങ്ങിയേക്കാം. ചങ്ങായിമാരെ, നിങ്ങളൊക്കെ ഒന്നിവിടെ ശ്രദ്ധിക്കേ. എല്ലാരും ഇങ്ങോട്ടൊന്നും വരീൻ. നമ്മള് മൗണ്ടൻ ഹിൽ റിസോർട്ടിന്റെ ഉടമസ്ഥനാണ്. ഇവിടെ ഇപ്പൊ ഒരു ലക്കി ഡ്രോ ഇടാൻ പോവാണ്. റിവർ, ഈ മൗണ്ടൻ ഹിൽ റിസോർട്ട് ലക്കി ഡ്രോ എന്ന് വെച്ചാൽ എന്താ? എനിക്കറിയില്ല. നമുക്ക് പോയി ചോദിച്ചാലോ? ചങ്ങായിമാരെ, മൗണ്ടൻ ഹിൽ റിസോർട്ടിന്റെ പ്രമോട്ടിനായി ഇന്ന് ഇവിടെ ഒരു ലക്കി ഡ്രോ എടുക്കാൻ പോവാണ്. ലക്കി ഡ്രോയിൽ ആരിന്റെ പേരാണ് വരുന്നതെന്ന് വെച്ചാൽ അവനെ, അവന്റെ കുടുംബത്തെ, അവന്റെ കൂട്ടുകാരെയും മൗണ്ടൻ ഹിൽ റിസോർട്ടിലേക്ക് 15 ദിവസത്തേക്ക് ഒരു ഒഴിവ് വിനോദയാത്ര സംഘടിപ്പിക്കുന്നതായിരിക്കും. ഒരു കടലാസിൽ ഓരോരുത്തരുടെയും പേരെഴുതി എത്രയും പെട്ടെന്ന് ഈ ലോട്ടറി ബോക്സിൽ കൊണ്ടിടുക. ഇനിയിപ്പോ അടുത്തത് ലക്കി ഡ്രോ എടുക്കാൻ പോവാണ്. ഞമ്മക്ക് നോക്കാം ആ ഭാഗ്യം ആരുടെ പേരിലാണ് വന്നേക്കണതെന്ന്. ശിവ, ശിവ ആരാണെന്ന് പറയിൻ. ശിവ ആരാണ് മുമ്പിലേക്ക് വന്നാലും. കൺഗ്രാറ്റുലേഷൻസ് ശിവ, ഞമ്മക്ക് പെരുത്ത് സന്തോഷായി. കൈ കൊടുക്കിഷ്ട. അന്നെയും എന്റെ കുടുംബത്തിലുള്ളവരെയും എന്റെ കൂട്ടുകാരെയും മൗണ്ടൻ ഹിൽ റിസോർട്ടിലേക്ക് ഞമ്മള് പറഞ്ഞയക്കുന്നതായിരിക്കും. 15 ദിവസത്തേക്ക് നിങ്ങൾ അടിച്ചു പൊളിക്ക്. ഇവിടെ നിന്ന് നിങ്ങളെ ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോണത്. താങ്ക് യു വെരി മച്ച്. ആരാത് എന്റെ സൈക്കിളിന്റെ അടുത്ത് നിൽക്കുന്നത്? അപ്പൊ 6 മണിപ്പൂർവം സൈക്കിൾ മോഷ്ടിക്കാൻ വന്നതാണ്. എങ്ങനെയെങ്കിലും സൈക്കിളും കൂടെ കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ കള്ളന്മാരെ ഈ സൈക്കിളും കൊണ്ട് പോകും.
എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്ററിന് എന്താ കേടുപറ്റിയെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ ഓടിപ്പോകുന്നത്? അല്ല, അയാൾ എന്താ ഇങ്ങനെ ചാടി പോയത്? അത് അവിടെ തന്നെ പോയി ചോദിക്കാം.